ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആരോഗ്യത്തോടെയും സന്തോഷമായിട്ടും സമാധാനത്തോടുകൂടി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഒച്ചയിൽ ചെറിയ മാറ്റം ഉണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പനി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കമൻസിലായിക്കോട്ടെ മെസ്സേജസിലായിക്കോട്ടെ എല്ലാവരും കോമൺ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് അടുത്ത വെയിറ്റ് ലോസ് ചാലഞ്ച് എന്നുള്ളത്. സോ അതിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവമാണ് കേട്ടോ. കാരണം നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പം അതിൻ്റെ വൈബ് അത് വേറെ തന്നെയാണ്. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞോട്ടെ, ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 83 കിലോ ഉണ്ടായിരുന്നു. അപ്പം ഏറ്റവും അവസാനത്തെ നമ്മുടെ ചലഞ്ച്, അതായത് അത് അവസാനിക്കുന്നത് ഓഗസ്റ്റ് 4-നാണ് കേട്ടോ. അങ്ങനെ അത് അവസാനിക്കുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 61.10 ആയിരുന്നു, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. ഞാൻ നമ്മുടെ ഈ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേയൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒരു 60-ന് താഴോട്ട് പോകണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല. അഹങ്കാരം അല്ല കേട്ടോ. കാരണം അങ്ങനെ പോകുമ്പോൾ ഞാൻ വല്ലാതെ മെലിഞ്ഞ് ഫേസ് എനിക്കങ്ങനെ ഒത്തിരി അങ്ങ് ഒട്ടിപ്പോകുന്ന പോലെ ആകുന്നത് എനിക്കിഷ്ടമല്ല. കുറച്ചൊരു ചബ്ബിയായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഒരു 60 എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അപ്പം എനിക്കൊരു 65 വരെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ അതിലൊക്കെ ഹാപ്പിയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും കേട്ടോ. നമ്മുടെ ചലഞ്ചിൻ്റെ സമയത്ത് ചെയ്യുന്ന പോലെ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ഒന്നും ഞാൻ പിന്നീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു മാസത്തിൽ ഒരു മാസം ആയിട്ടുണ്ടാവും തോന്നുന്നു, ജിമ്മിൽ ജോയിൻ ചെയ്തു. സോ ജിമ്മിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ രാവിലെയാണ് പോകുന്നത്. അപ്പം എൻ്റെ ഈറ്റിംഗ് വിൻഡോ 6:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം പോകുന്നതിന് മുമ്പ് എല്ലാം കഴിച്ചിട്ടാണല്ലോ പോകാനായിട്ട്. അപ്പോൾ 6:30-ക്ക് തുടങ്ങും. ഈവനിങ് ഒരു 6:30 വരെ 7 മണിക്കുള്ളിൽ ഞാൻ ഡിന്നർ അവസാനിപ്പിക്കും. ഒരു 12 മണിക്കൂറൊക്കെ കിട്ടുന്നുള്ളൂ. ചിലപ്പോൾ അത് 11 മണിക്കൂറൊക്കെ ആവും കേട്ടോ. ഡിന്നർ സമയം ഒരു 7 മണി ക്രോസ് ആവാതെ ഞാൻ എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഞാൻ ഇപ്പോഴും കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് നോക്കുന്നുണ്ട്. സോ നമ്മൾ ഇനി നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 16:8 എന്ന് പറയുന്ന ആ ഒരു വിൻഡോയിൽ എൻ്റെ ഈറ്റിംഗ് വിൻഡോ 8 മണിക്കൂർ ആക്കാൻ ശ്രദ്ധിക്കണം. ചലഞ്ച് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 12 മണിക്കൂർ വെച്ച് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതിനെല്ലാം അതെനിക്കൊരു ചലഞ്ചാണ്. അത് ഞാൻ ആദ്യം ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തന്നെ ഫോളോ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും റിസൾട്ട് തന്നിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതും ആയ ഒരു രീതി, ഒരു മെത്തേഡാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി റിസൾട്ട് തന്നൊരു സംഭവം ഉള്ളപ്പം അതിനെ ഉപേക്ഷിച്ച് നമ്മൾ വേറെ പരീക്ഷണത്തിന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ വോയിസ് ഒക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലാവത്തുള്ളൂ. ഭയങ്കര തൊണ്ടയടപ്പാണ്. ഇനി നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല, ഫാസ്റ്റിംഗ് ഒന്നും എടുക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ദിവസം തൊട്ട് ഫാസ്റ്റിംഗ് എടുത്ത് തുടങ്ങാം. രാത്രി ഒരു 7 മണിക്ക് ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ച് പിറ്റേ ദിവസം ഒരു 8 മണിക്കൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഒരു 13 മണിക്കൂർ ഫാസ്റ്റിംഗ് നമ്മൾ ഒരു എഫേർട്ട് ഇടാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തൊട്ടോ അല്ലെങ്കിൽ നാളെ തൊട്ടോ ഒരു 14 മണിക്കൂർ ഒറ്റ മണിക്കൂർ ഒരു ഹാഫ് ആൻ അവർ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലും ഹാഫ് ആൻ അവർ ഡിന്നറും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ എക്സ്ട്രാ നമുക്ക് ഫാസ്റ്റിംഗ് അവേഴ്സ് കിട്ടും. അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങുന്ന ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഒരു 16 മണിക്കൂർ ഫാസ്റ്റിങ്ങുമായിട്ട് യൂസ്ഡ് ആവാൻ പാകത്തിന് ഒന്ന് റെഡി ആയിട്ട് ഇരിക്കുക, ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയമായിട്ട് കണ്ടാൽ മതി. സോ നമ്മൾ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 9 തിങ്കളാഴ്ചയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ട് ഡിസംബർ 1 സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഡേയിൽ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇതാണ്, അതായത് എനിക്ക് വൈറൽ ഫീവർ ആയിരുന്നു. അപ്പോൾ ഞാനൊന്ന് കുറച്ച് ഹോസ്പിറ്റൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൂ. സോ സഡൻ ആയിട്ട് എനിക്കൊരു ചലഞ്ച് ഏറ്റെടുത്ത് ഇപ്പോൾ ഒരു ഡയറ്റിലോ അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങിലേക്കോ ഇറങ്ങാൻ പറ്റത്തില്ല. ബോഡീനെ അത് പറയുന്നതും കൂടെ നമ്മൾ കേൾക്കണം. ഒത്തിരി അങ്ങ് പുഷ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പണി തരും. നമുക്ക് ഇപ്രാവശ്യം ഒരു 30 ഡേയ്സ് ചലഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അതിനപ്പുറത്തോട്ട് കമ്മിറ്റ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ട്രാവൽ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡിസംബർ 9 തിങ്കളാഴ്ച നല്ല ദിവസമാണ് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച തുടങ്ങാം കേട്ടോ. അപ്പോൾ അതുവരെയുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം ഒന്ന് പ്രിപ്പയർ ആവാനുള്ള സമയമായിട്ട് കാണുക. അതായത് ഫാസ്റ്റിംഗ് അവേഴ്സ് ഒന്ന് കൂട്ടി കൊണ്ടുവന്ന് ആ ദിവസം ഡിസംബർ 9 ആകുമ്പോഴത്തേക്കും 16 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല പുഷ്പം പോലെ ചെയ്യാൻ പറ്റുന്നൊരു സമയത്തേക്ക് കൊണ്ടേ എത്തിക്കുക. നിങ്ങൾക്ക് എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെയും കൂടെയാണ് കേട്ടോ. കാരണം ഞാനും ഇപ്പം ആ ഒരു 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കും പ്രിപ്പയർ ആവേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഡിസംബർ 8 വരെ നോർമലായിട്ട് ഭക്ഷണം കഴിച്ച് ഡിസംബർ 9 ആകുമ്പോൾ
16 hours ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യാനേ പോകരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് 2-3 ദിവസത്തിൽ കൂടുതൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഇനി ഈ ചാലഞ്ചിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാം. അതായത് നമുക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് 3 ലിറ്റർ അത് എത്തിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പോഴേ പറയുന്നതെന്ന് വെച്ചാൽ ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ ഇതൊരു ശീലമാക്കി എടുക്കാനാണ് കേട്ടോ ഈ പറയുന്നത്. നിങ്ങൾ ഇപ്പം ഈ ഞാൻ പറയുന്നത് എത്രത്തോളം ലൈറ്റായിട്ടാണോ എടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെ ഒരു റുട്ടീനും കൊണ്ടുവന്നിട്ട് ചാലഞ്ച് തുടങ്ങുന്ന അന്ന് തൊട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റി ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തോറ്റു പോകത്തേ ഉള്ളൂ. ആ മിസ്റ്റേക്ക് നമുക്ക് ചെയ്യേണ്ട. നമുക്ക് 30 ദിവസം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഒരു 30 ദിവസം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ നമുക്കൊരു 5 കിലോ കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ മേലെ എത്രത്തോളം പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു വിൽ പവർ അനുസരിച്ച്, നമ്മൾ എത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്നു അതിനനുസരിച്ചൊക്കെ ഇരിക്കും. പക്ഷെ മിനിമം ഒരു 5 കിലോ സുഖമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പേര് ഞാൻ ഇതിനു മുമ്പ് ചാലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുമായിരുന്നു, അതായത് ഡയറ്റ് പ്ലാൻ തരുമോ എന്നൊക്കെ. എടോ, ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഇലക്കറികൾ കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഇലക്കറികൾ കഴിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയാണ് ഡയറ്റിൽ എല്ലാവരും നിർബന്ധമായിട്ട് ഇലക്കറികൾ ഉൾപ്പെടുത്തണമെന്ന്. പക്ഷേ ഇത് കിഡ്നിക്ക് പ്രശ്നമുള്ള ഒരാൾ ഇലക്കറി കഴിക്കാൻ പാടില്ല, അത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഞാൻ പറയുന്ന ഒരു തെറ്റായ ഇൻഫർമേഷൻ ആയിരിക്കില്ലേ. അതുകൊണ്ട് ഡയറ്റ് പ്ലാൻ ഒന്നുമില്ല. സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിൽ എന്താണോ കഴിച്ചുകൊണ്ട് വരുന്നത് അത് തന്നെ കഴിക്കാം. എന്താ വ്യത്യാസം വരുത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ചെറിയ രീതിയിൽ, ഈ ഇപ്പോൾ ഒരു 5 ഇഡ്ഡലി തിന്നുന്ന ആൾ നാളെ തൊട്ട് 1 ഇഡ്ഡലി തിന്നാവുള്ളൂ എന്നൊന്നും അല്ല പറയുന്നത്. 5 എന്നുള്ളത് 1, 4, 3 ഒക്കെ ഒന്ന് ചുരുക്കിക്കൊണ്ട് വരിക. 2 ആക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഇത് ഞാൻ ആദ്യം പറയേണ്ട കാര്യമായിരുന്നു. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യാം. അപ്പോൾ നിങ്ങളതൊന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് പോയി കാണുക. സോ എന്താണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനൊക്കെ ഒരു ക്ലാരിറ്റി നമുക്ക് അവിടെ കിട്ടും. ചോറ് ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ചോറ് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, ഇഡ്ഡലി, പുട്ട്, ദോശ, ചിക്കൻ, എന്തൊക്കെയുള്ള എല്ലാം വീട്ടിലുണ്ടാക്കുന്ന എല്ലാം നമുക്ക് കഴിക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, പറ്റുവാണെന്നുണ്ടെങ്കിൽ മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ചായയിൽ പഞ്ചസാര ഇടുന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ചോക്ലേറ്റ് വരും അതിൻ്റെ കൂടെ, ബിസ്ക്കറ്റ് വരും അതിൻ്റെ കൂടെ. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫുഡും നമ്മളങ്ങ് ഒഴിവാക്കണം. ഇതൊക്കെ നമ്മൾ എത്രത്തോളം ഒഴിവാക്കുന്നോ നമുക്ക് അത്രയും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതാണ് ഈ ചോറ് എന്നൊക്കെ പറഞ്ഞാൽ, ചോറും ചപ്പാത്തിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഡയറ്റ് ചെയ്യാം, വെറും സാലഡ് മാത്രം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യാം എന്നുള്ള ആ കോൺസെപ്റ്റ് ഒന്നും ഇല്ല. കാരണം നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നത്, വളരെ ഹെൽത്തി ആയിട്ടാണ് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നത്. ഉപ്പിൻ്റെ ഉപയോഗം പറ്റുവാണെങ്കിൽ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നല്ല രീതിയിൽ ഒഴിവാക്കുക. വെള്ളം 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ 3 ലിറ്റർ തന്നെ കുടിക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടും, പ്ലസ് നമുക്ക് വിശക്കത്തില്ല. നിങ്ങൾ കുറേ പേര് പറയാറില്ല ഈ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ വരുന്നുണ്ടെന്ന്. അതെന്തായാലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ആദ്യത്തെ 1, 2, 3 ദിവസമൊക്കെ എല്ലാവരും ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ കേട്ടോ. കാരണം നമ്മുടെ ബോഡി ശീലമില്ലാത്തൊരു സംഭവമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ ഈ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടും തലവേദനയുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒരു കാരണമല്ല, വെള്ളം കുടിക്കുന്നില്ല. വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് ആ തലവേദന വരുന്നത്. സോ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഫാസ്റ്റിംഗ് വിൻഡോയിൽ നമുക്ക് വെള്ളം കുടിക്കാം, അതായത് വെള്ളം കുടിക്കാം, ഗ്രീൻ ടീ കുടിക്കാം, ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ നമുക്ക് കഴിക്കാം. സോ ഈ 4 സംഭവങ്ങളൊന്ന് ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇനി ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത്, തളർന്നു പോകും. ഈ 4 സംഭവങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. ഈ ബ്ലാക്ക് കോഫിയൊക്കെ വിത്തൗട്ട് ഷുഗർ കഴിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കുമ്പോൾ അയ്യോ അതൊക്കെ ഇങ്ങനെ പഞ്ചസാര ഇടാതെ കുടിക്കാന്നൊക്കെ തോന്നുമായിരിക്കും. എനിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് കുടിക്കുമ്പോൾ മനസ്സിലാവും ഒരു കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് ബ്ലാക്ക് കോഫിയൊക്കെ വിത്തൗട്ട് ഷുഗർ, വിത്തൗട്ട് മിൽക്കൊക്കെ കുടിക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതല്ലാതെ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഉപ്പിട്ട വെള്ളം, അല്ലെങ്കിൽ നാരങ്ങയിട്ട വെള്ളം, ജീരക വെള്ളം, മല്ലി വെള്ളം, ഇതൊന്നും അലൗഡ് അല്ല. കാരണം ഇതിലൊക്കെ കാലറീസ് ഉണ്ട്. കാലറി ഉള്ളിൽ ചെന്നിട്ടുണ്ട്, നമ്മുടെ ഫാസ്റ്റിങ് ബ്രേക്ക് ആകും. നമുക്ക് 16 മണിക്കൂർ കൊണ്ടെത്തിക്കണ്ടേ. അപ്പം ഈ പറഞ്ഞ 4 സംഭവങ്ങൾ മാത്രം കഴിക്കുക. ഇനി ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. വെള്ളം കുടിക്കുന്നത് നമ്മൾ ഓരോ മീല്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈ 3 മീലിൻ്റെയും അരമണിക്കൂർ മുമ്പ് നിർബന്ധമായിട്ടും വെള്ളം കുടിക്കണം. നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ കൊണ്ട് നമുക്ക് ഈ 3 ലിറ്റർ വെള്ളം കുടിച്ച് തീർത്താൽ മതി. പക്ഷേ ഈ പറയുന്ന 3 സമയം, അതായത് ഓരോ മീൽ കഴിക്കുന്നതിൻ്റെ 30 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മുമ്പ് നിർബന്ധമായിട്ടും അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സിൽ വാം വാട്ടർ നമുക്ക് കുടിക്കാം. ഓക്കെ, ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ഒന്നുകിൽ എന്തെങ്കിലും ഡീറ്റോക്സ് ഡ്രിങ്ക്സ് വെച്ച് നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം.
ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴും ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കാതെ ഒരു മീഡിയം മധുരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ബാദാം ഒക്കെ ഇല്ലേ, അത് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരുപാടാവരുത്, ഒരു 5 വരെയൊക്കെ മാക്സിമം, അത് അങ്ങനത്തെ കുറച്ച് നട്ട്സ് സീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗുഡ് ഫാറ്റ് ഇല്ലേ, നമ്മുടെ നെയ്യ്, വെളിച്ചെണ്ണ, ഇതൊക്കെ നമുക്ക് വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നരാടം വെച്ചിട്ടൊക്കെ മതി കേട്ടോ. നമുക്ക് അതായത് കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഇല്ലാത്ത ഒരാളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കഴിക്കാം. അതായത് ഒരു സ്പൂൺ, ഒരുപാട് അതായത് ഒന്നുണ്ട് അല്ലേ, ഒരു സ്പൂൺ നെയ്യ്, ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എന്ന് പറയുമ്പം കടയിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന വെളിച്ചെണ്ണയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണയില്ല, അതായത് ശുദ്ധമാണെന്ന് ഉറപ്പുള്ള ആ വെളിച്ചെണ്ണ. നെയ്യും അതേപോലെയാണ് കേട്ടോ, ഓരോ ബ്രാൻഡിൻ്റെ അതല്ല ഉദ്ദേശം, നമുക്ക് ശുദ്ധമായ പാലിൽ നിന്നും ഉണ്ടാക്കിയ ആണ് എന്നുറപ്പുള്ള നെയ്യ് ഒരു സ്പൂൺ, നമുക്ക് ഏതെങ്കിലും ഒരു സ്പൂൺ നമുക്ക് കഴിക്കാം. ഇത് ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് പറയുന്നത്, ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ്. തൈറോയിഡ് ഉള്ളവർക്ക്, PCOD ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ. നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് കുറച്ച് ഗുഡ് ഫാറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ പറ്റിയ 2 ഓപ്ഷൻസാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ കാര്യമുള്ളൂ, ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ് വെച്ചിട്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഫാസ്റ്റിംഗ് സമയത്ത് നമുക്ക് മെഡിസിൻസ് കഴിക്കാമെന്നുള്ളത് കഴിക്കാം കേട്ടോ, ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവത്തൊന്നുമില്ല. അതായത് ഇപ്പം എന്നെ പോലെ തൈറോയിഡ് പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എണീറ്റുപാടെ നമ്മുടെ തൈറോയിഡ് മെഡിസിൻ എടുക്കുക. അത് മെഡിസിൻ എടുക്കുന്ന വെള്ളം പ്ലെയിൻ വാട്ടർ എടുക്കുക കേട്ടോ, ജീരകവെള്ളം അങ്ങനെയൊന്നും എടുക്കാതിരിക്കുക. ഇനി പറയാനുള്ളത് ഈറ്റിംഗ് വിൻഡോനെ കുറിച്ചാണ്. ഞാൻ ചൂസ് ചെയ്യുന്ന ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് രാവിലെ 10 മണി തൊട്ട് ഈവനിങ് 6 മണി വരെയുള്ള ആ ഒരു 8 മണിക്കൂറാണ്. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച്, നിങ്ങളുടെ കാര്യങ്ങൾക്കനുസരിച്ച് ഏതാണോ യോജിക്കുന്നത് ആ ഒരു 8 മണിക്കൂർ നിങ്ങൾ ചൂസ് ചെയ്യാം. എപ്പോൾ വേണേൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എൻ്റെ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാൻ റിസൾട്ട് കിട്ടുന്ന സംഭവം എന്ന് പറയുന്നത് 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കേട്ടോ. സോ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം ഹെവി ആയിട്ട് കഴിക്കുക. ഉച്ചയ്ക്കത്തെ ലഞ്ചും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാം. ഡിന്നർ കുറച്ചൊരു ലൈറ്റർ ആക്കുക. അതെന്ന് വെച്ചാൽ വെറും സാലഡ് മാത്രമേ കഴിക്കാവുള്ളൂ എന്നൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ ചപ്പാത്തിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ 1 ചപ്പാത്തി 1.5 ചപ്പാത്തി അങ്ങനെയൊക്കെ കുറയ്ക്കുക. പിന്നെ ഡിന്നറിന് നമുക്ക് ചോറ് മാക്സിമം ഒഴിവാക്കി ലഞ്ചിന് നമുക്ക് ചോറ് കഴിക്കാം. ചോറ് ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യവും പറയുന്നൊന്നുമില്ല. ചോറ് നമുക്ക് എപ്പോഴും ഒഴിവാക്കേണ്ടതെന്നറിയോ, അതായത് കാർബോഹൈഡ്രേറ്റ് എപ്പോഴും ഒഴിവാക്കേണ്ടതെന്നറിയോ. ഇൻ കേസ് വെയിറ്റ് അങ്ങനെ സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി മാത്രം നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കാം. അല്ലാതെ കാർബ്സ് ഒഴിവാക്കാനേ പോകരുത്. കാരണം അതാണ് നമുക്ക് എനർജി തരുന്ന സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജിയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. സോ അത് ഒഴിവാക്കാൻ നിൽക്കരുത് കേട്ടോ. കുറേ വെജിറ്റബിൾസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ലഞ്ചിൻ്റെ ടൈമിലെങ്കിലും ഈ ക്യാരറ്റും ക്യുക്കുംബർ ഇല്ലെങ്കിൽ ബീട്രൂട്ടൊക്കെ പച്ചയ്ക്ക് തിന്നാന്നുള്ളത് കാര്യം ഞാൻ ഈ അടുത്താണ് കേട്ടോ മനസ്സിലാക്കിയത്. കഴിച്ചു നോക്കി, വലിയ പ്രശ്നമൊന്നുമില്ല, കഴിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഡെയിലി നമുക്ക് കുറച്ച് തൈര് നമ്മുടെ ലഞ്ചിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീലിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പ്രോട്ടീനിനെ കുറിച്ച് പറയുമ്പം ഇപ്പം നമുക്ക് ഡെയിലി ഒരു മുട്ട വെച്ച് കഴിക്കാം. ഫുൾ എഗ്ഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മഞ്ഞ കരുവില്ലേ, അത് നിർബന്ധമായിട്ടും ഒരെണ്ണത്തിൻ്റെ കഴിക്കണം. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗിൻ്റെ വൈറ്റ് കഴിക്കാം. അപ്പോൾ രണ്ടാമത്തെ മുട്ട എടുക്കുമ്പോൾ അതിൽ എഗ്ഗിൻ്റെ യോക്ക് വേണ്ട കേട്ടോ, ഒറ്റ മഞ്ഞക്കരു മാത്രം ഒരു ദിവസം എന്നുള്ള കണക്കിൽ മതി. സോ മുട്ട കഴിക്കാം, നമുക്ക് പനീർ കഴിക്കാം. പിന്നെ ഈ ചെറുപയറും ഇതൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് മുളപ്പിക്കാൻ വെക്കാം. തലേദിവസം ഒരു 2 ദിവസം മുമ്പൊക്കെ നമുക്കൊന്ന് ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണം നമുക്ക് റിമൈൻഡറായിട്ടൊന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറന്നു പോകത്തില്ല. അപ്പോൾ 2 ദിവസം മുമ്പേയൊക്കെ ചെറുപയറൊക്കെ മുളപ്പിക്കാൻ വെച്ചിട്ട് അതൊന്ന് മുളയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത് സാലഡായിട്ട് നമുക്ക് ഡിന്നറിന് എടുക്കാം, ഇല്ലെങ്കിൽ ഒരു മിഡ് മോർണിംഗ് സ്നാക്സ് ആയിട്ട് എടുക്കാം. ഇതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ് കേട്ടോ. നമ്മുടെ പ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേറ്റിൽ സാധാരണ ഒന്നും ഉണ്ടാകത്തില്ല. അതൊരു തെറ്റായ രീതിയാണ്. നമ്മുടെ പ്ലേറ്റിൽ നമുക്ക് ചോറിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് എടുത്തിട്ട് നിറയെ വെജിറ്റബിൾസ്, ഞാൻ ഈ പറഞ്ഞ സാലഡ്, പിന്നെ ഒരു പോർഷനിൽ നമുക്ക് നല്ല രീതിയിൽ തൈര് എടുക്കാം, വേറൊരു പോർഷനിൽ നമുക്ക് പ്രോട്ടീൻ സോഴ്സ് എന്താണോ അതൊക്കെ എടുക്കുക. പിന്നെ തോരൻ കറിയൊക്കെ ഇല്ലേ, ഇലക്കറികൾ, അങ്ങനെ നമ്മുടെ കറികളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. പക്ഷേ ഈ കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, എണ്ണേൻ്റെ അളവ് തീരെ കുറയ്ക്കാം. കൂടുതലായിട്ടും കോക്കനട്ട് ഓയിൽ, നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ, ഇല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ, ഇല്ലെങ്കിൽ ഒലീവ് ഓയിൽ, ഇല്ലെങ്കിൽ എള്ളെണ്ണ, ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലൊക്കെ വരത്തില്ല, അതൊക്കെ പാടെ കിച്ചണിൽ നിന്ന് ഒഴിവാക്കേണ്ട സംഭവമാണ് കേട്ടോ. അതൊക്കെ അങ്ങ് ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്തും ഒരേ ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതിനെ കഴിഞ്ഞും നല്ലത് ഈ മാസം ഇപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചെങ്കിൽ അടുത്ത മാസം നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കാം. അങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയാണ് കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിൽ
ഒരു രീതിയിലും നമുക്ക് ഗുണം ചെയ്യത്തില്ല. അതൊക്കെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കിയേക്കാം. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റിനെ കുറിച്ച്. പലർക്കും ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തൊരു സംഭവമാണ്. ഇപ്പം ഡയറ്റ് മാത്രം ചെയ്തതുകൊണ്ട് റിസൾട്ട് കിട്ടില്ല എന്നല്ല ഉദ്ദേശിച്ചത്. നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാനും മാത്രമല്ല നമ്മുടെ ഒരു ഓവറോൾ വെൽബീയിങ്ങിന് എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വീട്ടിലിരുന്ന് ജിമ്മിൽ ജോയിൻ ചെയ്യാനൊന്നും ഞാൻ പറയത്തില്ല. വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സ് ഒക്കെ ചുമ്മാ നമ്മൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി, ഇഷ്ടം പോലെ കിട്ടും. അപ്പം അതൊക്കെ നോക്കി ഒന്ന് ഒരു 20 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുക അടിപൊളിയായിരിക്കും. ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഓരോ മീൽ കഴിയുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഒരു 10 മിനിറ്റ് നടക്കുക. വീട്ടിൽ തന്നെ കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ ഉടനെ ഒരു 10 മിനിറ്റ്, ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നതും നമുക്ക് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. എനിക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ഫോണിലൊക്കെ വല്ലാതെ അഡിക്റ്റഡായി പോയി കഴിഞ്ഞു. ഒറ്റ കാര്യം ഓർത്താൽ മതി, നമ്മൾ ഒരു 2 ദിവസം അടുപ്പിച്ച് ഉറങ്ങാതിരുന്നു, പക്ഷെ ഡേ ടൈമിൽ നന്നായിട്ട് ഡയറ്റും വെള്ളം കുടിക്കും ഒക്കെ ചെയ്തു, ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്തു, എന്നാലും നമ്മൾ വെയിറ്റ് നോക്കുന്നുണ്ട് വെയിറ്റ് കുറയത്തില്ല, അല്ലെങ്കിൽ വെയിറ്റ് കൂടുതൽ കാണിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉറക്കം പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. അപ്പം 7 മണിക്കൂർ എന്തായാലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഉച്ച സമയത്തുള്ള ഉറക്കം ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവാക്കുക. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുള്ള പോലെ തോന്നിയേക്കാം, പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഡേ 1 തൊട്ടിട്ട് ഇങ്ങനെ തോന്നുന്ന ചില ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ ഞാൻ പറഞ്ഞോളാം. ഈ വീഡിയോസ് എന്ന് പറയുമ്പം റീലായിട്ടും ഷോർട്സ് ആയിട്ടും, യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടും ഡെയിലി ഉണ്ടാവും. ഡെയിലി ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും അറിയാനുണ്ട്, ഞാനിപ്പോൾ പറയാൻ വിട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ്സിനെല്ലാം റെസ്പോണ്ട് ചെയ്തോളാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. എന്ത് കമൻറ്റ് ചെയ്യണം? നിങ്ങളുടെ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണ്, ഈ ഒരു 30 ഡേയ്സ് ചലഞ്ച് അവസാനിക്കുമ്പം എത്രയാണ് വെയിറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 30 ദിവസം കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് നോക്കണം, നമ്മൾ ആ ഒരു ടാർഗറ്റിൽ എത്തിയോ, അതിൽ കൂടുതൽ എത്തിയോ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പം ഇന്ന് തൊട്ട് ആ ചലഞ്ചിലേക്കുള്ള പ്രിപ്പറേഷൻ ആയിട്ട് കാണുക. ഞാൻ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് സമയം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഉറക്കത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, വെള്ളം കുടിക്കുന്ന കാര്യം, ഇത് മൂന്നും നിങ്ങൾ നിങ്ങളുടെ ബോഡിനെ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് കൂടാൻ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നല്ലതല്ലേ. ഞാൻ ആദ്യം പറഞ്ഞാൽ ആ വൈബ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് അശ്വതി രജിത് സൈനിങ് ഔട്ട്. ടാറ്റാ.